ബെക്കമനക്കുമുനക്കുമണഞ്ഞൊരു കാസർഗോഡിൻ പേകലുകൾ വഴി കണ്ണൂർ ചെന്നേ കണ്ടിനി കേട്ടിനി എന്തിട്ടാണ്ടാ കോഴിക്കോടൻ നെഞ്ചോടെങ്ങനെ ചോദിക്കുമ്പടി ഊർന്നു വരുന്നൊരു മലയുടെ പുറമതിൽ. ഞാനൊരിക്കൽ ഒരു വേദിയിൽ ഇന്നലെ മാവിൻ തണൽ തൂത്തു വെടിപ്പാക്കി. കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഇന്നത് തൂക്കാൻ മറന്നു. ഇപ്പോൾ അത് ഇന്നലത്തേക്കാൾ ഭംഗിയായിരിക്കുന്നു. ഞാനങ്ങനെ അഭിമാനത്തോടെ ഈ കവിത ചൊല്ലിയിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അതിനെന്താ എന്ന് ചോദിച്ചവരാണ് കൂടുതൽ. നിങ്ങൾ തൂത്താലെന്ത്, തൂക്കാതിരുന്നാലെന്ത് എന്ന്. അപ്പം നമ്മൾ ഈ ചിതറിക്കിടക്കുന്ന മനുഷ്യരോട് നമുക്ക് അടുത്തുപോയി ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കാതിൽ കവിത ചൊല്ലണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ ചായ കുടിക്കുന്ന ആൾക്കാരോട്, അവിടെ ആ മരക്കീഴിലിരിക്കുന്ന ആൾക്കാരോട് ഒക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട, ഇങ്ങോട്ട് വരൂ, നമുക്ക് ഇവിടെ ഇരുന്ന് കവിത കേൾക്കാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ അകവലി എറിയാൻ കണ്ടതിലൊക്കെ ഫലിതമൊരുക്കി വന്നിഹ ഞാൻ ഈ വേദിയിലെന്നുടെ മുന്നും പിന്നും മുഴുവനും ആളുകൾ അങ്ങ് വടക്ക കാസർഗോട്ടും മുക്കടൽ വാഴും തെക്കറ്റം വരെ ഭാഷ കലക്കി ഭാഷയ്ക്കും മുൻപുറ്റവിലാസം പകരും കളികൾ. ആ ഉറ്റവിലാസം പകരും കളികൾ, ഉറ്റവിലാസം പകരും കളികൾ. ബെക്കമനക്കുമുനക്കുമണഞ്ഞൊരു കാസർഗോഡിൻ പേകലുകൾ വഴി കണ്ണൂർ ചെന്നേ കണ്ടിനി കേട്ടിനി എന്തിട്ടാണ്ടാ കോഴിക്കോടൻ നെഞ്ചോടെങ്ങനെ ചോദിക്കുമ്പടി ഊർന്നു വരുന്നൊരു മലയുടെ പുറമതിൽ. ബേജാറാണ്ടാ കുത്തിയിരിക്കി പാലക്കാടിൻ കാറ്റിനുള്ളിൽ തറ പറ കറ വറ മറ ഇനി അപ്പൂരം കാണാൻ തിരുശിവ പേരൂർ എന്തിട്ടിഷ്ട മുട്ടാൻ നിന്ന് കുരുത്ത കണക്കെ സ്കൂട്ടാവത് താൻ ഇപ്പം വന്നം. ഇപ്പം വന്നം മാറിത്തന്നം കൊച്ചിക്കാരുടെ വളവും തിരിവും. ഇപ്പം വന്നം മാറിത്തന്നം കൊച്ചിക്കാരുടെ വളവും തിരിവും. കോട്ടയമപ്പിടി എന്ന അക്കൊട്ടയമപ്പിടി എന്നായെന്ന് മൊഴിഞ്ഞു വരും തുറയാലപ്പുഴയുടെ വായിൽ നിന്ന് മുരിഞ്ഞ വിശേഷം പറ്റത്തില്ല, പറ്റത്തില്ല, കൊള്ളത്തില്ല, കേക്കത്തില്ല, പറ്റത്തില്ല, കൊള്ളത്തില്ല, കേക്കത്തില്ലിനി എന്തോ ചെയ്യുക എന്നു തിരക്കി കൊല്ലത്തെത്തി കൈ കഴുകുന്നു, കൊല്ലത്തെത്തി കൈ കഴുകുന്നു, കൊല്ലത്തെത്തി കൈ കഴുകുന്നു, കൊല്ലത്തെത്തി കൈ കഴുകുന്നു. തിരുവനന്തപുരമണെന്നാലോ എന്തിനു പറയാൻ പയലേ ഭേഷായി പങ്കുപിടിച്ചേ പോവുക വേഗം. ഹായ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കവിതയുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പല്ല് തേക്കുന്നു, അല്ലേ? പല്ല് തേച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക സാധാരണ. അപ്പം നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ എങ്ങനെയാണ് കവിത അടങ്ങിയിരിക്കുന്നത്? ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ടൈറ്റിൽ എന്താണ്? നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ ടൈറ്റിൽ? ടൈറ്റിൽ ആർക്കും അറിയില്ല. എന്താണ് അതിൻ്റെ ടൈറ്റിൽ? ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. ടൈറ്റിൽ അറിയില്ല. ടൈറ്റിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് എന്താ പറയുന്നത്? അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഷാഡോസ് ഓഫ് സർവൈവൽ, അതിജീവനത്തിൻ്റെ നിഴലുകൾ. അതിജീവനത്തിൻ്റെ നിഴലുകൾ. അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ സർവൈവ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിജീവനത്തിന് നിഴലുണ്ടോ? അങ്ങ് അതിജീവിച്ച പോരെ, എന്തിനാണ് നിഴലുകൾ എന്ന് പ്രയോഗിച്ചത്? ഷാഡോസ് എന്ന് പ്രയോഗിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ടൈറ്റിൽ എഴുതുന്നതിൽ പോലും കവിതയെ ആശ്രയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്കുകൾ മുറിവുകളെ നിങ്ങൾ നോക്കിയിട്ടില്ല, പോസ്റ്റർ പോലും നിങ്ങൾ നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. വാക്കുകൾ മുറിവുകളെ അഭിമുഖം ചെയ്യുമ്പോൾ, വേർഡ്സ് എൻകൗണ്ടർ ദ ട്രോമ ഓർ ദ വൂണ്ട്സ് എന്ന് നിങ്ങൾ എഴുതി. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? വെറുതെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നങ്ങ് എഴുതി വെച്ചാൽ പോരെ. പക്ഷെ നമ്മൾ വാക്കുകളെ മുറിവുകളുമായി ഉപമിക്കുന്നു, അല്ലെങ്കിൽ അതിജീവനത്തിന് നിഴലുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അതിലൂടെ നാം ഭാഷയിലൂടെ പുതിയൊരു ഭാഷ, പുതിയൊരു സംവേദനം എങ്ങനെ സാധ്യമാകും എന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ
പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കവിത, ഞാനിപ്പം പറയാം, ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്ന കവിത, നീ എൻ്റെ കണ്ണാണ്, കരളാണ്, ചെമ്പരത്തി പൂവാണ് എന്നൊക്കെ പറയുന്ന കവിത നമുക്ക് വലിയ ഇഷ്ടമാണ്. അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്ന കവിത ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഞാനൊരിക്കൽ ഒരു വേദിയിൽ ഇന്നലെ മാവിൻ തണൽ തൂത്തു വെടിപ്പാക്കി, കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു, ഇന്നത് തൂക്കാൻ മറന്നു, ഇപ്പോൾ അത് ഇന്നലത്തേക്കാൾ ഭംഗിയായിരിക്കുന്നു. ഞാനങ്ങനെ അഭിമാനത്തോടെ ഈ കവിത ചൊല്ലിയിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ അതിനെന്താ എന്ന് ചോദിച്ചവരാണ് കൂടുതൽ. നിങ്ങൾ തൂത്താലെന്ത്, തൂക്കാതിരുന്നാലെന്ത് എന്ന്. അപ്പോൾ കവിത നമ്മൾ എത്ര ലളിതമായി എഴുതിയാലും ഒരുപക്ഷെ ചിലപ്പം അതിൻ്റെ അർത്ഥം, അത് വഹിക്കുന്ന ഉപമകൾ, അതിൻ്റെ അലങ്കാര പ്രയോഗങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. കവിത എല്ലാവർക്കും, അതുകൊണ്ടാണ് എന്താ പറയുന്നത്, കവിത എഴുതുന്ന ആൾക്കാരും കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പ്രണയിക്കുന്നവർ ചിലപ്പോൾ കവികളായി മാറാറുണ്ട്. അല്ലെങ്കിൽ സമരം ചെയ്യുന്നവർ, നിരാശപ്പെട്ടവരൊക്കെ തന്നെ കവിതയുടെ അംശങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എന്തോ മനസ്സിലാകാത്ത എന്തോ ഒന്ന് ഈ കവിതയ്ക്കുള്ളിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കവിത മനസ്സിലാകാത്തതിൻ്റെ, എന്നാൽ ഭൂരിപക്ഷത്തിന് കവിത മതി. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ കാമുകിക്കൊപ്പം കടൽ തീരത്തേക്ക് പോയി, നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊരു കപ്പലണ്ടി കച്ചവടക്കാരനെ കണ്ടു. ഞങ്ങൾ ഒരു കുമ്പിൾ കപ്പലണ്ടി വാങ്ങി കൊറിച്ചു. എന്നിട്ട് സൂര്യാസ്തമയം കണ്ടു, വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എല്ലാം മനസ്സിലായല്ലോ. പക്ഷേ ഞാൻ എൻ്റെ കാമുകിക്കൊപ്പം കടൽ തീരത്തേക്ക് പോയി, അവൾ കാറ്റായി. കവിതയിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. കാറ്റ് വേറെ പറയും കഥയിൽ, പക്ഷെ കവിതയിൽ അവൾ കാറ്റായെന്നും ഈ തിരമാലകൾ കപ്പലണ്ടിത്തോടുകളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ അപ്പുറത്തെ വീട്ടിലെ രശ്മിയെ പോലെയാണ് എന്നൊരിക്കലും നാം പ്രണയിക്കുന്ന ആളെ ഉപമിക്കുകയില്ല. നീ പൂവാണെന്ന് പറയും, നീ കായാണെന്ന് പറയും, നീ പുഴയാണെന്ന് പറയും. പക്ഷെ അപ്പുറത്തെ വീട്ടിലെ മനുഷ്യനോട് ഒരിക്കലും ഉപമിക്കില്ല. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനോട് ഉപമിക്കാത്ത ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് കവിത. മനുഷ്യനെ മനുഷ്യനോട് ഉപമിക്കാത്ത ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് കവിത. അത് നാം ജീവിതത്തിൽ വേറൊരു തരത്തിൽ നമ്മുടെ മനസ്സിലാകായികയെ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന തീവ്രമായ മറ്റൊരു മാനസിക ഭാവത്തെ ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ നാം ശീലിക്കുന്ന കഥയ്ക്ക് തുല്യമായ ജീവിതം കൊണ്ട് ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ, ഈ കവിത എന്ന് പറയുന്നത് ഒരേ സമയം മനസ്സിലാകാത്തത്, അതിൽ മനുഷ്യരെക്കാൾ കൂടുതൽ, ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വേദിയിൽ നമ്മൾ ഒരു 70 പേരുണ്ടെങ്കിൽ 70 പേരെക്കാൾ കൂടുതലാണ് ഇവിടെയുള്ള ഈ ലൈറ്റ്, ഈ പറയുന്ന കല്ല്, മണ്ണ്, അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ വസ്തുക്കളും ജീവജാലങ്ങളും ഉള്ള ഒരു പ്രകൃതിയിൽ നാം ഏറ്റവും കൂടുതൽ നീ പുഴയാണ്, കാറ്റാണ്, കടലാണ് എന്ന് നിരന്തരം എപ്പോഴും പറയേണ്ടി വരും. അതുകൊണ്ട് കവിത അതിൻ്റെ വലിയ പാരമ്പര്യങ്ങളിലൂടെ കടന്നു പോയ അവസ്ഥയിലൊക്കെ തന്നെ അതിൻ്റെ രൂപകങ്ങളെയും അലങ്കാരങ്ങളെയൊക്കെ അതിൻ്റെ ചുറ്റുവട്ടത്ത് നിന്ന് പിടിച്ചെടുത്തിട്ടാണ് കവിത ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അപ്പം ഞാൻ 2-3 എൻ്റെ സമാഹാരങ്ങളിൽ 2-3 കവിതകൾ നിങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ ഒരു കവിത ആണ് ഞാൻ ആദ്യമേ ചൊല്ലിയത്. ഇപ്പം ഇതിനകത്ത് ഒരാൾ കാർ ഓടിക്കുന്നു, 2 പേർ ഉറങ്ങുന്നു എന്ന ഒരു കവിതയുണ്ട്. ഈ കവിതയൊക്കെ തന്നെ ഒരുപക്ഷെ ഗദ്യത്തിൽ എഴുതിയതോ അല്ലെങ്കിൽ ഇപ്പം ആദ്യം ചൊല്ലിയ കവിത ഒരു തുള്ളൽ വൃത്തത്തിൽ എഴുതിയ കവിതയാണ് ഞാൻ ആദ്യം ചൊല്ലിയത്. അതായത്, അങ്ങനെ ഇങ്ങനെ അകവളിയെറിയാൻ കണ്ടതിലൊക്കെ ഫലിതമൊരുക്കാൻ വന്നിഹ ഞാനീ വേദിയിൽ എന്നുടെ മുന്നും പിന്നും മുഴുവനും ആളുകൾ. നമ്മൾ ഏറ്റവും ഒത്തിരി റാപ്പേഴ്സ് ഇപ്പം മലയാളത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഹനുമാൻ കൈൻഡ് മലയാളത്തിൽ എഴുതാറില്ല. പക്ഷേ നമുക്ക് ധാരാളം പേർ, ബേബി ജീൻ, ധാരാളം പേർ മലയാളത്തിൽ റാപ്പ് സംഗീതം ഉണ്ടാക്കുന്നുണ്ട്, മലയാള ലിറിക്സ് എഴുതി. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പരിചയം കാണാനിടയുണ്ട്.
പക്ഷേ ഇവർ പാടുന്ന, ഞാൻ പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരുടെ വൃത്തത്തിൽ നാം ഒരു കവിത ചൊല്ലുമ്പോൾ അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഈ പുതിയ കാലത്തിൻ്റെ റാപ്പിൻ്റെ ഒരു സംഗീതം കൂടി ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് നാം ശീലിച്ച നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ നാട്ടു പാരമ്പര്യങ്ങൾ, നമ്മുടെ നാടൻ കലകൾ, നമ്മുടെ നാടൻ പാട്ടുകൾ, അതിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന കവിതയുടെ ഒരു വലിയ കവിതയുടെ ഒരു വലിയ ലോകമുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഒരുപക്ഷെ എൻ്റെയും ഈ കവിത കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 3 പെണ്ണുങ്ങൾ നഗരം നദിയോരം, ആ 3 പെണ്ണുങ്ങൾ നഗരം നദിയോരം ഒഴുകുന്ന കെട്ടിടങ്ങൾ, ആ കിലുങ്ങുന്ന താക്കോൽ, ഒരാൾ കാറോടിക്കുന്നു 2 പേർ ഉറങ്ങുന്നു, ഒരാൾ കാറോടിക്കൊറ്റപ്പെട്ട നീലക്കാറ്, നഗരം നദിയോരം. യാത്ര പുറപ്പെട്ട ശേഷം മറ്റാരുടെയോ ഉള്ളിൽ ഒഴുകാൻ തുടങ്ങിയ വീടിനെയോർത്ത് നദിയോരത്തു നിന്നു ഉറങ്ങിയവർ ഉണർന്നു, വീണ്ടും ഉറങ്ങി. വലതുവശത്തു നദി ഒഴുകാതെയുള്ള നിൽപ്പ്, ഒരാൾ കാറോടിക്കുന്നു 2 പേർ ഉറങ്ങുന്നു. അമ്മയുടെ വയറ്റിൽ 3 പെൺമക്കൾ, ആനന്ദത്തിൻ്റെ കൈക്കുഞ്ഞുങ്ങൾ, ഒഴുകാത്ത ജന്മവീട്, വരാന്തയിലെ വെയിൽ, അനങ്ങുന്ന നിറവയർ, അമ്മയുടെ ചാരിയിരിപ്പ്, വയറിനുള്ളിൽ 3 പേർ, ഒരാൾ കാറോടിക്കുന്നു 2 പേർ ഉറങ്ങുന്നു. പെണ്ണുങ്ങൾ ജനിക്കും മുന്നേ ഉറങ്ങാൻ കിടന്ന അച്ഛൻ, 30 കൊല്ലം പ്രായമുള്ള അയാളുടെ ഉറക്കം, അനക്കമില്ല, ജരാനരയില്ല, സ്വപ്നമോ സത്യമോ ഇല്ല, ശബ്ദമില്ലാതെയുള്ള യാത്ര, ഒരാൾ കാറോടിക്കുന്നു 2 പേർ ഉറങ്ങുന്നു. വീടുകൾ ഒഴുകാത്തപ്പോൾ അമ്മ ഉറങ്ങുന്നു, പെൺമക്കൾ അമ്മയിലേക്കു കാറോടിച്ചു പോകുന്നു. തെരുവു കണ്ട കണ്ണുകൾ, ഇരുതോളിലും ചിറകുകൾ, ഭാഷയിൽ മിശ്രഭുക്കുകൾ. അമ്മ കാണിച്ച വഴികളിൽ മുലപ്പാലിൻ്റെ നദി മാത്രമല്ല, തിരണ്ട മേഘങ്ങളുമുണ്ട്. അച്ഛൻ്റെ ഉറക്കത്തിനുള്ളിൽ ആണുങ്ങളുടെ പ്രതിമകൾ, ഒരാൾ കാറോടിക്കുന്നു 2 പേർ ഉറങ്ങുന്നു. ഓരോ കവിൾ വെള്ളത്തിൽ ഓരോ നക്ഷത്രങ്ങളെ വീതം വിഴുങ്ങിയിട്ടാണ് ആനന്ദത്തിൻ്റെ കൈക്കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉറക്കത്തിലേക്കു കാറോടിച്ചു പോകുന്നത്. മനപ്രയാസം മാറ്റാനുള്ള നക്ഷത്രങ്ങൾ അടിവയറ്റിൽ കത്തുന്നു, ഒരാൾ കാറോടിക്കുന്നു 2 പേർ ഉറങ്ങുന്നു എന്നാണ് കവിത. അപ്പം ഞാൻ ഈ കവിത എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്നൊരു മുറിക്കകത്ത് അടച്ചിരുന്ന് നമുക്ക് ചൊല്ലാവുന്നതാണ്, മറ്റൊരാളുടെ കാതിൽ ചൊല്ലാവുന്നതാണ്. പണ്ട് കാലത്ത് നമ്മൾ ഈ ചിടയും അമ്പുന്നിട്ട് ഇരതിരഞ്ഞും ഭണ്ഡമൊലിവർണ്ണ ചുടുവിയർപ്പാൽ പൊതിഞ്ഞും, ആ മട്ടിൽ നല്ല സംഗീതം അറിയാൻ നല്ല ഗംഭീരമായി ശബ്ദഗാംഭീര്യത്തോടുകൂടി കവിത ചൊല്ലാൻ അറിയാവുന്ന മനുഷ്യർക്ക് മാത്രമാണ് ഈ അവതരിപ്പിക്കാനുള്ള ശേഷി എന്ന ഇതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ശബ്ദം യുണീക്കായതുകൊണ്ട്, എല്ലാവർക്കും കഴിവുള്ളതുകൊണ്ട് എല്ലാവർക്കും അവതരണ ശേഷിയുള്ളവരാണ്. വൈകല്യം എന്ന് നമ്മൾ കരുതിപ്പോന്ന വിക്കിനെ ഒരു വൈകല്യമായി കാണുന്നുണ്ട്. വിക്കുള്ള ഒരു മനുഷ്യൻ എങ്ങനെ കവിത ചൊല്ലും? വിക്കൊരു സാധ്യതയാണ്. ദിവസവും നിങ്ങൾ വിക്കിനെ പരിശീലിച്ചാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വിക്കെന്ന് പറയുന്നത് ഒരു കലാസൃഷ്ടിയായി മാറും. അത്രമേൽ നിങ്ങൾ വൈകല്യത്തെ മറന്ന് നിങ്ങളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ആ പ്രത്യേക ഡിഫറൻസിനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ്, കണ്ണു കാണാത്ത ആൾക്കാരെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾ ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് കൂടിയാണ്. നമുക്ക് കാണാൻ മാത്രമേ കഴിയൂ, നന്നായി മണക്കാനോ നന്നായി കേൾക്കാനോ കഴിയാത്ത ഒരാളാണ് മറ്റൊരാളെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നാം ശീലിച്ചു പോകുന്ന എല്ലാ വൈകല്യങ്ങൾക്കും സാധ്യതയുണ്ട്. വൈകല്യങ്ങളെന്ന് പേരുകുത്തിയ എല്ലാ അവസ്ഥകൾക്കും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരിടത്താണ് ഒരുപക്ഷെ അവതരണം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ശബ്ദം വേറിട്ടതാണ്. അല്ലാതെ സ്റ്റേജിൽ കയറി നിൽക്കുന്ന ആളുടെ മാത്രം ശബ്ദമല്ല, എല്ലാവർക്കും ശബ്ദം പുറപ്പെടുവിക്കുവാൻ കഴിവുണ്ട് എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയിലാണ് അവതരണം സാധ്യമാകുന്നത്. ഈ അടുത്ത് കവിതയ്ക്ക് പുറത്ത് ഞാൻ ഒരു നോവൽ എഴുതുകയും അത് DC ബുക്സ് പ്രസിദ്ധീകരിക്കുകയും ചെയ്ത നോവലിൻ്റെ പേര് മത്തിയാസ് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ നോവൽ പ്രസിദ്ധീകരിച്ചപ്പോൾ
ഈ നോവലിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ആ നോവലിനെ ഒരു അവതരണമായി നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നത്? അങ്ങനെ ഈ കോഴിക്കോട് തന്നെ KLF-ൽ കഴിഞ്ഞ മാസം ആ നോവലിനെ ബേസ് ചെയ്ത് ഒരു അവതരണം നടത്തുകയുണ്ടായി. അപ്പം ഇവിടെയൊക്കെ ഈ അവതരണം എന്ന് പറയുന്നത് എൻ്റെ തന്നെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഒരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ നോവൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ധാരാളം പേർ ഫോൺ വിളിക്കുകയും ആ വായനാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അപ്പം അതിൽ ഒരു വായനക്കാരി ആ നോവൽ വായിച്ചതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവർ പറഞ്ഞത്, നിങ്ങൾ മത്സരിക്കേണ്ടത് സഹ എഴുത്തുകാരോടല്ല, മറിച്ച് വായനക്കാരോടാണ് എന്ന് അവർ പറയുകയുണ്ടായി. കാരണം നാം ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എഴുതുന്ന ഒരാൾ, പാട്ടുപാടുന്ന ഒരാൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എഴുതുന്ന ഒരാൾ അയാളുടെ വീമ്പിളക്കുന്നതിന് വേണ്ടി മൈക്കും വേദിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ളൂ എന്ന് വിചാരിക്കരുത്. മറിച്ച് ഭാഷയില്ലാത്തത് കൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്ന, അല്ലെ ഭാഷ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് എഴുതാതിരിക്കുന്നവരാണ് വായനക്കാർ. ഒരുപക്ഷെ എഴുത്തുകാരെക്കാൾ എന്തുകൊണ്ടും വിശാലമായ ഒരു ലോകത്തിലൂടെ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ് ലോകത്തുള്ള എല്ലാ വായനക്കാരും എന്ന് പല വായിക്കുന്ന മനുഷ്യരുമായും സംവദിക്കുമ്പോൾ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. അപ്പം കവിത എന്ന് പറയുന്നതും വേറൊരു തരത്തിൽ നമുക്ക് എന്താ പറയുന്നത്, പുസ്തകത്തിലൂടെയോ വായനയിലൂടെയോ മറ്റ് പല വിധത്തിലുള്ള മീഡിയങ്ങളിലൂടെയൊക്കെ തന്നെ മനുഷ്യനിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കവിതയുടെ ധർമ്മം എന്ന് പറഞ്ഞ് ഞാൻ ഒരു 2 കവിതകളുടെ ചൊല്ലിയിട്ട് ഞാനിത് ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് നമ്മൾ പലപ്പോഴും സങ്കല്പിക്കുന്ന ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ജീവിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നമുക്ക് ട്വിറ്ററുണ്ട്, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സോഷ്യൽ മീഡിയ നാം എപ്പോഴും എൻ്റെ കൈ പെരുത്തിരിക്കുകയാണ്. ഇപ്പം ഈ കൈപ്പിൻ്റെ ഈ വിരൽത്തോണ്ടികളായി നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിതം. അതൊരു നെഗറ്റീവായ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞില്ല. കാരണം എല്ലാവർക്കും ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ കുറ്റപ്പെടുത്തുന്നവരും ഇത് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ വന്നതുകൊണ്ട്, നമ്മളെ വഴക്കു പറയുന്നവരും രഹസ്യമായി മുകളിലോട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ജനാധിപത്യം ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ വന്നിട്ടുണ്ട്. ഈ റീലുകൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ കാണുന്ന റീലുകളാണോ എൻ്റെ അമ്മയും കാണുന്നത്? അമ്മ ഭക്തയോ അല്ലെങ്കിൽ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്കിലോ വരൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല. നാം കാണുന്നതും അമ്മ കാണുന്നതും ലോകത്ത് ആ രീതിയിൽ ഇമേജുകളുടെ, ബിംബങ്ങളുടെ, വാക്കുകളുടെ, ദൃശ്യങ്ങളുടെ ഒരു വലിയ മരണപ്പാച്ചിൽ, അതിന് നടുവിലാണ് നമ്മൾ ഈ വെട്ടമിട്ട് ഇവിടെ ഇരുന്ന് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ മനസ്സിൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ള, ആണും പെണ്ണും, ഞാനും നീയും, രാത്രിയും പകലും എന്ന് തരംതിരിച്ച് ശീലിച്ച നമ്മളെ എങ്ങനെയാണ് ഈ തരംതിരിവിൽ നിന്ന്, ഈ ബൈനറിയിൽ നിന്ന്, ഈ ഇരട്ടയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണ് കവിത. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഇടയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തോ ധാരാളം സാധ്യതകൾ ജെൻഡറിൻ്റെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ രാത്രിക്കും പകലിനും ഇടയിൽ ധാരാളം നിറങ്ങളുടെ ഒരു വലിയ സങ്കേതമുണ്ട് എന്ന്, പ്രകൃതിക്കും മനുഷ്യനുമിടയിൽ ധാരാളം സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പം അതിനെ സൂചിപ്പിക്കുന്ന ഒരു മരം വീണ് കിടന്നാൽ നിനക്കെന്തു തോന്നും ബഹിർസാര ശൂന്യ, എനിക്കുണ്ടൊരു മരസ്നേഹി, പ്രകൃതിയെ വേലികെട്ടി കടുവാ സംരക്ഷണം ചെയ്യും. ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും ബഹിർസാര ശൂന്യ, ശരിക്കും ഒരു കവിതയ്ക്ക് കോപ്പുണ്ട്, എഴുതും ഞാൻ ഇലവിറയ്ക്കും പോലെ, ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും ബഹിർസാര ശൂന്യ, വായിൽ കിടന്നാടിയ പല്ലിനെ പിഴുതെടുത്ത് പൂരിപ്പിക്കാത്ത വിടവിൽ നാക്കുതുഴയും. ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും ബഹിർസാര ശൂന്യ, കടപുഴകിയ അച്ഛനമ്മ അപ്പൂപ്പനെയോർത്ത് വീട് കെട്ടാനുള്ള തടിയുടെ ഒച്ച കേൾക്കും. ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും ബഹിർസാര ശൂന്യ, ഭാവിയിൽ ഉണ്ടാകും അന്തരീക്ഷ വണ്ടിയിൽ കാടിനു മീതെ തോന്നും ജീവവായുക്കൾ. പ്രകൃതി ഒറ്റ സത്യമല്ലെന്നും
പുല്ലിലും പ്ലാസ്റ്റിക്കിലും അതുണ്ടെന്നും തോന്നും. ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും? ബഹിർസാര ശൂന്യ, എനിക്ക് പുറത്തുള്ള മരപ്പച്ച മാത്രമല്ല പുകക്കൊടിയുള്ള ഫാക്ടറിയും പ്രകൃതി. ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും? ബഹിർസാര ശൂന്യ, എനിക്ക് മാത്രമല്ല മനുഷ്യത്വമെന്നും മേശയും മൃഗവും മനുഷ്യനാണെന്നും തോന്നിപ്പോകും. ഒരു മരം വീണു കിടക്കുന്നതു കണ്ടാൽ നിനക്കെന്തു തോന്നും? ബഹിർസാര ശൂന്യ. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. വല്ലാതെ ചൂടെടുക്കുന്നുണ്ട്, വല്ലാതെ നമ്മൾ ബോറടിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു കവിത കൂടി ചൊല്ലിയിട്ട് ഇത് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഇത് മഞ്ഞു കാണുവാൻ തീ വേണം. മഞ്ഞു കാണുവാൻ തീ വേണം. മഞ്ഞു കാണുവാൻ പോയി, മഞ്ഞു കാണുവാൻ പോയി, ജീവിതത്തിൻ്റെ മുടിമേലെ മഞ്ഞു കാണുവാൻ പോയി, മഞ്ഞു കാണുവാൻ പോയി, ജീവിതത്തിൻ്റെ മുടിമേലെ കണ്ടിടാത്ത പല കാര്യങ്ങൾ ഓർത്ത പോലങ്ങു നിന്നല്ലോ. കണ്ടിടാത്ത പല 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 കണ്ടിടാത്ത പല 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 കാര്യങ്ങൾ ഓർത്ത പോലങ്ങു നിന്നല്ലോ. കണ്ടിടാത്ത പല കാര്യങ്ങൾ ഓർത്ത പോലങ്ങു നിന്നല്ലോ. തീ കൊളുത്തുവാൻ കൊള്ളിയും കമ്പിളിത്തുണിയുമില്ലല്ലോ. എല്ലു വിറയണ നേരത്ത് തീയെരിവതു കാണുവാൻ ഉള്ളുകൊണ്ടു കരഞ്ഞതും കണ്ണുനീറി വെളുത്തതും. ഇടം കൈയാൽ തീയരിച്ചിൽ വലം കൈയാൽ മരം കോച്ചൽ. ഇടം കൈയാൽ തീയരിച്ചിൽ വലം കൈയാൽ മരം കോച്ചൽ. രണ്ടു കാര്യം ഒരേ നേരം ഉള്ളിലേറ്റാൻ കൊതിയായി. തീയുമുണ്ട് വിറകുമുണ്ട്, നിഴലു കത്തും മരുന്നുണ്ട്. മഞ്ഞു മാത്രം ഫ്രിഡ്ജിനുള്ളിൽ ശവം പോലെ ഉറങ്ങുന്നു. വെയിലു കൊണ്ടാൽ ഉരുകുന്നു കുളിരുകോരും ശവക്കഷ്ണം. വെയിലു കൊണ്ടാൽ ഉരുകുന്നു കുളിരുകോരും ശവക്കഷ്ണം. ഉഷ്ണനീരിൻ കൊപ്പയിൽ ഞാൻ ഒരു കഷ്ണം ശവമിട്ടു. ഉഷ്ണനീരിൻ കൊപ്പയിൽ ഞാൻ ഒരു കഷ്ണം തണുപ്പിട്ടു. പുറത്തെല്ലാം മരക്കൊള്ളി, ഞാൻ ഉറച്ചു തീ കൊളുത്താൻ. നിഴലു കത്തും മണത്താലേ തീ വിളഞ്ഞു പരക്കുന്നു. കണ്ടതെല്ലാം വീണ്ടുമോർത്തും കൊണ്ടു നിന്നു വെയിൽ കൊള്ളി. കണ്ടതെല്ലാം വീണ്ടുമോർത്തും കൊണ്ടു നിന്നു വെയിൽ കൊള്ളി. കണ്ടതെല്ലാം വീണ്ടുമോർത്തും കൊണ്ടു നിന്നു വെയിൽ കൊള്ളി. മഞ്ഞു കാണുവാൻ പോയി, ജീവിതത്തിൻ്റെ മുടിമേലെ കണ്ടിടാത്ത പല കാര്യങ്ങൾ ഓർത്ത പോലങ്ങു നിന്നല്ലോ. കണ്ടിടാത്ത പല കാര്യങ്ങൾ ഓർത്ത പോലങ്ങു നിന്നല്ലോ. പലപ്പോഴും നമ്മൾ ചൂടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഭൂമിയിൽ മുഴുവൻ ചൂടായിരിക്കും എന്ന് നാം തെറ്റിദ്ധരിക്കാറുണ്ട്. ഞാൻ ഡൽഹിയിൽ 2016 പഠിക്കാൻ നേരത്ത് പോകുമ്പോൾ അവിടെ വലിയ തണുപ്പാണ് എന്ന് എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു ധിക്കാരിയായി ആ തണുപ്പൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റും എന്ന് പറയുകയും ആദ്യത്തെ മഞ്ഞുകാലം വന്നപ്പോൾ എൻ്റെ കാല് പൊട്ടുകയും ചെയ്തു. ചില തണുപ്പ് കാലങ്ങളെ, ചില വേനൽക്കാലങ്ങളെ, ചില പ്രത്യേക കാലങ്ങളെ, പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാലങ്ങളെ നമ്മുടെ അതിജീവനങ്ങൾ നിഴലുകളെപ്പോലെ പരിങ്ങുന്ന കാലങ്ങളെ അഭിമുഖീകരിക്കാൻ ചിലപ്പോൾ വാക്കുകൾ, നിങ്ങൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞ പോലെ വാക്കുകൾ വേണ്ടിവരും. ചിലപ്പോൾ നമുക്ക് വേദനിക്കും, നമ്മൾ സന്തോഷിക്കും. അപ്പോഴും വാക്കുകളുടെ വെളിച്ചം, വാക്കുകളുടെ സൗന്ദര്യം, വാക്കുകളുടെ കാറ്റ്, വെയിൽ ഒക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്.